പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഇതുവരെ എടുത്ത പാഠഭാഗം ഒന്നും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പം ഞാൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ആക്കിയിട്ട് എൻ്റെ കൂടെ ഒന്ന് വായിച്ചു പോരുക കേട്ടോ. ദ കിസ്സിങ് ഹാൻഡ് എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. അവിടെ നമുക്ക് ആദ്യത്തെ ഭാഗങ്ങളൊന്ന് പരിശോധിക്കാം. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ഒന്ന് വായിച്ചു നോക്കുക. Chester Raccoon stood at the edge of the forest and cried. ചെസ്റ്റർ റക്കൂൺ എന്ത് ചെയ്തു? എണീറ്റ് നിന്നു. എവിടെ നിന്ന്? അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിൻ്റെ എഡ്ജ് എന്ന വശം അല്ലേ, ഒരു കാട്ടിൽ എണീറ്റ് നിന്നിട്ട് ആൻഡ് ക്രൈഡ്, കരഞ്ഞു. എന്താ കരയണത്? എന്താ? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ ഹി ടോൾഡ് ഹിസ് മദർ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ ഹി ടോൾഡ് ഹിസ് മദർ. എനിക്ക് സ്കൂളിൽ പോകേണ്ട, അവൻ അമ്മയോട് പറഞ്ഞു അല്ലേ. ടോൾഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പറഞ്ഞു. അതിൻ്റെ V1 V2 V3 നമ്മൾ പറഞ്ഞതാണ്. ടെൽ, ടോൾഡ്, ടോൾഡ്. ശരിയല്ലേ? ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് നിങ്ങളോടൊപ്പം വീട്ടിൽ തന്നെ നിൽക്കണം, അമ്മയോടൊപ്പം വീട്ടിൽ തന്നെ നിൽക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ ഒപ്പം കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങളൊപ്പം കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എന്ത് ചെയ്യണം? ബുക്കുകൾ വായിക്കണം. ഐ വാണ്ട് ടു സിങ് ഓൺ മൈ സ്വിങ്സ്. എനിക്ക് ഊഞ്ഞാലാടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ഞാൻ നിങ്ങളോടൊപ്പം വീട്ടിൽ തന്നെ നിന്നോട്ടെ. മേ ഐ എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? മേ ഐ ഡ്രിങ്ക് വാട്ടർ, മേ ഐ ഗോ ടു ടോയ്ലറ്റ്, മേ ഐ ടേക്ക് യുവർ പെൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ എടുത്തോട്ടെ, ഞാൻ നിന്നോട്ടെ എന്നൊക്കെയാണ് മേ ഐ എന്ന് പറയുമ്പോൾ അർത്ഥം വരിക കേട്ടോ. മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. ഈ മൊത്തം വരികളൊന്ന് കറക്റ്റ് വായിച്ചു നോക്കുക. എല്ലാ വരികളുടെയും മീനിങ് കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. ഇനി നമുക്ക് തൊട്ടടുത്ത പേജിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കൂ. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ചില സമയങ്ങളിൽ, ചിലപ്പോൾ എന്നൊക്കെയാണ് സംടൈംസ് എന്ന വാക്കിൻ്റെ അർത്ഥം. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചെയ്യേണ്ടി വരും. ഷീ ടോൾഡ് ഹിം ജെന്റ്ലി. വളരെ മാന്യമായിട്ട് അല്ലേ, പതുക്കെ അവൾ പറഞ്ഞു. ടോൾഡ് എന്ന വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ വാക്കിന് അർത്ഥം? എന്താ? പറഞ്ഞു. ടെൽ, ടോൾഡ്, ടോൾഡ്. ടെൽ, ടോൾഡ്, ടോൾഡ് അല്ലേ. ഈവൺ ഇഫ് ദേ സീം സ്ട്രേഞ്ച്. സ്ട്രേഞ്ച് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അപരിചിതം അല്ലേ, പരിചിതമില്ലാത്ത. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പരിചിതം ഇല്ലാത്ത പോലെ തോന്നും. ആൻഡ് സ്കേറി അറ്റ് ഫസ്റ്റ്. സ്കേറി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന. ആദ്യമെല്ലാം അത് ഭയപ്പെടുത്തുന്ന പോലെയാകും. പക്ഷേ യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. ഒരിക്കൽ നീ തുടങ്ങിക്കഴിഞ്ഞാൽ നീ സ്കൂളിനെ ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. നീ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കും. ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. പുതിയ കളിപ്പാട്ടങ്ങളുടെ ഒപ്പം നീ കളിക്കും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. നിനക്ക് പുതിയ ബുക്കുകൾ വായിക്കാൻ കഴിയും. ആൻഡ് സിങ് ഓൺ ന്യൂ സിങ്സ്. പുതിയ ഊഞ്ഞാലിൽ ആടാൻ കഴിയും അല്ലേ. ബിസൈഡ്സ്, ഇതിനെല്ലാം പുറമേ അല്ലേ, ഇതിനു പുറമേ. ഷീ ആഡഡ്, അവൾ കൂട്ടിച്ചേർത്ത്. എന്താ കൂട്ടിച്ചേർത്തത്? ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. ഐ നോ, എനിക്കറിയാം അല്ലേ. ഐ നോ യു, എനിക്ക് നിന്നെ അറിയാം. പറഞ്ഞൂടെ? ഐ നോ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്താണ്? എനിക്കറിയാം. നോ എന്നാണ് ആ വാക്ക് ഉച്ചരിക്കുക. നോ എന്ന് പറയരുത്. നോ. അതിൻ്റെ V1 V2 V3 എന്ന് പറഞ്ഞേ. നോൻ്റെ V1 V2 V3 നമ്മൾ പഠിച്ചതാണ്. എന്താണ്? നോ, ന്യൂ, നോൺ. നോ, ന്യൂ, നോൺ. നോ, ന്യൂ, നോൺ അല്ലേ. ഐ നോ, എനിക്കറിയാം. എന്താ അറിയാം? എ വണ്ടർഫുൾ സീക്രട്ട്, മനോഹരമായ ഒരു രഹസ്യം. ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് സ്കൂൾ സീം ആസ് വാം. നിൻ്റെ സ്കൂളിലെ രാത്രികൾ എങ്ങനെയാക്കുക? വാം എന്ന് പറഞ്ഞാൽ എന്താ? ചൂടുള്ളത് അല്ലെങ്കിൽ സ്നേഹമുള്ളത് എന്നൊക്കെ അർത്ഥം കേട്ടോ. ആൻഡ് കോസി, കോസി എന്നാൽ എന്താണ്? സുഖപ്രദമായത്.
ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം, നിൻ്റെ വീട്ടിലേതുപോലെ. അതായത് നിൻ്റെ വീട്ടിലുള്ള ജീവിതം എങ്ങനെയാണോ അതുപോലെ മനോഹരമായിരിക്കും നിൻ്റെ സ്കൂളിലെയും ജീവിതം എന്ന് അമ്മ ആരോട് പറയാണ്? മകനോട് പറയാണ് അല്ലേ. ചെസ്റ്റർ വൈപ്ഡ് അവേ ടിയേഴ്സ്. ഇത് കേട്ടപ്പോൾ എന്താ ചെയ്തത്? ചെസ്റ്റർ വൈപ്ഡ് അവേ, തുടച്ചു കളഞ്ഞു. വൈപ്പർ, കാറിൻ്റെ വൈപ്പർ എന്താ സാധനം? തുടയ്ക്കുന്ന സാധനമല്ലേ. ചെസ്റ്റർ വൈപ്ഡ് അവേ ടിയേഴ്സ്, കണ്ണുനീരൊക്കെ തുടച്ചു. ടിയേഴ്സ് എന്നാൽ കണ്ണുനീരൊക്കെ തുടച്ചു. ആൻഡ് ലുക്ഡ് ഇൻട്രസ്റ്റഡ്, വളരെ താല്പര്യത്തോടു കൂടി നിന്നു. ഇൻട്രസ്റ്റഡ് പറഞ്ഞാൽ എന്താ? താല്പര്യം. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്ത് രഹസ്യമാണ്? എ വെരി ഓൾഡ് സീക്രട്ട്, വളരെ പഴയ രഹസ്യം. സെഡ് മിസ് റക്കൂൺ, അമ്മ പറഞ്ഞു. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ, ഞാൻ എവിടെ നിന്നാണ് ആ സീക്രട്ട് പഠിച്ചത്? എൻ്റെ അമ്മയിൽ നിന്നാണ്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ, അവൾ പഠിച്ചതോ? അവളുടെ അമ്മയിൽ നിന്ന്, അവരുടെ അമ്മയിൽ നിന്ന്. അപ്പോൾ തലമുറകൾ കൈമാറി വന്ന ഒരു രഹസ്യമാണല്ലേ. ഇറ്റ്സ് കാൾഡ് ദ കിസ്സിങ് ഹാൻഡ്, അതിനെന്താ വിളിക്കുക? കിസ്സിങ് ഹാൻഡ് എന്നതാണ് സീക്രട്ട്. ദ കിസ്സിങ് ഹാൻഡ് ആസ്റ്റ് ചെസ്റ്റർ, വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? ഐ വിൽ ഷോ യു, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഐ വിൽ ഷോ യു, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഐ വിൽ, ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഐ വിൽ ഷോ, ഞാൻ കാണിച്ച് തരും അല്ലേ. ഇനി നമുക്ക് നമ്മളെടുത്ത അവസാനത്തെ പേജ് കൂടി അങ്ങ് നോക്കാം കേട്ടോ. ഞാൻ വായിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒപ്പം തന്നെ വായിച്ചു പോരാ. മിസ് റക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. മിസ് റക്കൂൺ took എന്ന് വാക്കിൻ്റെ അർത്ഥം എന്താ? എടുത്തു. അതിൻ്റെ V1 V2 V3 എന്താ? ടേക്ക്, ടുക്ക്, ടേക്കൺ. ടേക്ക്, ടുക്ക്, ടേക്കൺ. ഒന്ന് പറഞ്ഞേ. ടേക്ക്, ടുക്ക്, ടേക്കൺ അല്ലേ. took Chester's left hand, ചെസ്റ്ററുടെ ഇടത് കൈ എടുത്ത്, ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ്, കുഞ്ഞു വിരലുകൾ. ടൈനി എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയ എന്നാണ് അർത്ഥം. ചെറിയ വിരലുകൾ എന്ത് ചെയ്തു? സ്പ്രെഡ്, വിടർത്തി. ഇൻടു എ ഫാൻ, ഒരു ഫാന് പോലെ അവൻ്റെ ഇടത്തെ കൈ പിടിച്ച് അത് വിടർത്തി. ലീനിങ് ഫോർവേഡ്, മുന്നിലേക്ക് നിന്ന്, ഷീ കിസ്ഡ് ചെസ്റ്റേഴ്സ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം, ചെസ്റ്ററുടെ ഇടത് കൈയിൻ്റെ പാം എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളം കൈയിൻ്റെ നടുക്ക്, മിഡിൽ പറഞ്ഞാൽ നടുക്ക്, ഉമ്മ വെച്ചു അല്ലേ. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്, ആ ഉമ്മ കയ്യിൽ നിന്ന് എവിടേക്ക് എത്തി? അപ്പ് ഹിസ് ആം, കൈകളിലേക്ക് എത്തി. ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്, അത് അവസാനം എവിടെ എത്തി? ഹൃദയത്തിലേക്ക് ആ ഉമ്മ എത്തി. ഈവൺ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. ഈവൺ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക്, ബ്ലാക്ക് മാസ്ക് എന്നാൽ ആ മൃഗത്തിൻ്റെ ഇത് കണ്ടില്ലേ, ഒരു മാസ്ക് ഇട്ടതുപോലെയാണ് അവരുടെ മുഖം, ഒരു കറുപ്പ് ആവരണം ഉള്ളതുപോലെ. സിൽക്കി ആയിട്ടുള്ള അവൻ്റെ മാസ്ക് എന്ത്? ടിങ്കിൾഡ് എന്നാൽ എന്താ? ഇക്കിളിപ്പെടുത്തുക. ഒരു ഇക്കിളി വന്നു. ആ ഉമ്മ അവൻ്റെ ഹൃദയത്തിലേക്ക് എത്തിയപ്പോൾ ഒരു പ്രത്യേക ചൂട് പോലെ അവന് എന്ത് വന്നു? ഒരു ഇക്കിളി വന്നു എന്നാണ് പറയുന്നത്. മിസ് റക്കൂൺ സ്മൈൽഡ്, ആ അമ്മ എന്ത് ചെയ്തു? ചിരിച്ചു. സ്മൈൽഡ്, ചിരിച്ചു അല്ലേ. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ, നൗ പറഞ്ഞാൽ ഇപ്പോൾ അല്ലേ. ഇപ്പോൾ അവൾ എന്ത് ചെയ്തു? ചെസ്റ്ററോട് പറഞ്ഞു. ടോൾഡ് കണ്ടോ? ടോൾഡ്, പറഞ്ഞു. വെന്നെവർ യു ഫീൽ ലോൺലി, എപ്പോഴൊക്കെയാണോ നീ ഒറ്റയ്ക്കാകുന്നത്, തനിച്ചാകുന്നത്, ലോൺലി, ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, വീട്ടിൽ നിന്ന് നിനക്ക് സ്നേഹം ആവശ്യമായി വരുമ്പോൾ, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക്, ആ കൈകൾ, ഇടത് കൈ എന്ത് ചെയ്യണം? നീ നിൻ്റെ ചീക്ക്, കവിളിൽ വെക്കുക. ആൻഡ് തിങ്ക്, എന്നിട്ട് ചിന്തിക്കുക. എന്താ ചിന്തിക്കേണ്ടത്? മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു, അമ്മ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ ആ കൈകൾ, ഉമ്മ വെച്ച കൈകൾ കവിളിൽ വെച്ച് നീ ഓർമ്മിക്കണം. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ്, ആ ഉമ്മ ഇടുന്ന നിൻ്റെ മുഖത്തിലോട്ട് ചാടും. ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്, മനോഹരമായ ചിന്തകൾ നിനക്ക് നൽകും. ടോസ്റ്റി എന്നാൽ എന്താണ്? നമ്മൾ വറുത്തെടുത്തത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അല്ലേ. മുരിച്ചെടുത്തത് എന്നൊക്കെയാണ്. അങ്ങനത്തെ നല്ല ചിന്തകൾ നിനക്ക് തരും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ചെസ്റ്ററുടെ കൈകൾ പിടിച്ച്, കെയർഫുള്ളി, കെയർഫുള്ളി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശ്രദ്ധയോടെ. റാപ്പിഡ് എന്നെന്താ? മടക്കി. ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്, ആ ഉമ്മ വെച്ച കൈകൾ വളരെ ശ്രദ്ധയോട് കൂടി ആ അമ്മ എന്ത് ചെയ്തു? അവൻ്റെ കൈകളൊക്കെ മടക്കി.
അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ളത്. ഈ ഭാഗം കറക്റ്റ് വായിച്ച് പഠിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. ഓക്കെ.